യെസ്, സനൂപ് അവിടെ തന്നെയുണ്ട്. സനൂപ്, ഇപ്പോൾ ഈ ഡിവൈഫൈയുടെ ഈ ആംബുലൻസ് പൂർണ്ണമായും കത്തി നശിച്ചു. അതിനു മുമ്പ് STPയുടെ ആംബുലൻസ് അടിച്ചു തകർക്കുന്നതിന് CCTV ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു. എന്തുകൊണ്ടാണ് ആംബുലൻസിലേക്ക് ഇവരുടെ ശ്രദ്ധ പോകാനുള്ള കാരണം? ഈ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഈ CPMന്റെ മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ദീപുവിനെ ആക്രമിക്കുന്നിടത്താണ് ഈ സംഭവങ്ങളെല്ലാം തുടക്കം. നൗഫൽ, അതിനുശേഷമാണ് ഈ സംഘടിച്ചെത്തിയ മറ്റു കുറച്ച് പ്രവർത്തകർ, അത് DYFI പ്രവർത്തകരാകാം, അവർ ഈ പറയുന്ന SDP പ്രവർത്തകരുടെ വീടുകളിലേക്കൊക്കെ ആക്രമണം നടത്തുന്നത്. കല്ലെറിയുന്നതിന്റെ CCTV ദൃശ്യമാണ് അല്പസമയം മുമ്പ് മീഡിയ വൺ പുറത്തുവിട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു SDP പ്രവർത്തകന്റെ വീടിന്റെ മുൻവശം പാർക്ക് ചെയ്തിരുന്ന ഒരു ആംബുലൻസ് ഈ വടിവാൾ കൊണ്ട് അടിച്ച് തകർക്കുന്നത്. അതിന്റെ പ്രതികാരം എന്നോണമാണ് പിന്നാലെ DYFIയുടെ ആംബുലൻസ് കത്തിക്കുന്നത്. ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പോലീസ് കാവൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ നടപടികൾ പോലീസ് സ്വീകരിച്ചു എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതികൾക്കെതിരെ ഉടൻ തന്നെ നടപടി എടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന്റെ സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ച് വരികയും ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു അക്രമത്തിന്റെ തുടക്കം ഇങ്ങനെ ആടിപിടിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അല്പം സമാധാന അന്തരീക്ഷം വന്നിട്ടുണ്ട്. എന്തായാലും ഈ സമാധാന അന്തരീക്ഷം തുടരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ നെടുമങ്ങാട് ACP ഇവിടെയുണ്ട്. അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. Sir, any action taken against the culprits? Any action taken against the culprits? Culprits of what? എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ അക്വസ്റ്റ് ആരാണ് കൾപ്രിറ്റ്സ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള നടപടി തന്നെ എടുക്കും. 2 വാഹനങ്ങളാണ് തകർത്തത്. ഒരു വാഹനം കത്തിക്കുകയും ഒരു വാഹനം അടിച്ചു ചെയ്തത്. അതേപോലെ CCTV ദൃശ്യങ്ങളൊക്കെ വീടുകളൊക്കെ ആക്രമിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഈ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതിൻ്റെ പരിശ്രമത്തിലാണ് നമ്മൾ ഇവിടെ വൈഡായിട്ട് നല്ല ടീമിനെ വിട്ടിട്ട് CCTV വിഷ്വൽസ് ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് ഒരു കേസിനകത്ത് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാണ്ടൊരു നടപടി എടുക്കുന്നതിനുള്ളത് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ ആരാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. അതിനാണ് ഇപ്പോൾ ആൾക്കാർ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ട നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതെ, അതാണ് ഇനിയൊരു സംഘർഷത്തിലേക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് പബ്ലിക്കിന് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. എൻ്റെ ഓർഡറിൻ്റെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വഷളാകുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് ആക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഇതുപോലത്തെ ഈ കേസുകൾക്ക് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടാകും. താങ്ക്സ്.